ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്നും ചർച്ചാ വിഷയം അനുമോള് തന്നെയാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, അനുമോൾക്ക് 16 ലക്ഷം രൂപയുടെ PR ചെയ്യിപ്പിച്ചു, അതുകൊണ്ടാണ് അനുമോളും ജയിച്ചേ എന്നുള്ള ഒരു ന്യൂസ് ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്ത് അവർ എങ്ങനെ ഇതിൻ്റെ അകത്ത്, അവർക്കറിയില്ല ഇപ്പോൾ അനുമോൾക്ക് കപ്പടിക്കോ ഇല്ലയോ എന്ന് പോലും അറിയാതെ 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുക്കാൻ മാത്രം വിഡ്ഢിയാണോ അനുമോള്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇങ്ങനത്തെ പൊട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കുറച്ച് മീഡിയക്കാർ ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ PR എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ഓൾമോസ്റ്റ് അവിടെ വരുന്ന ഒരു 80% കാൻഡിഡേറ്റ്സിനും PR വർക്ക് ഉണ്ട്. അത് സർവ്വസാധാരണമാണ്. കാരണം ഇപ്പം അത് ചിലപ്പം അവർ പൈസ കൊടുത്ത് ഏൽപ്പിച്ചതാകാം, പല പല കമ്പനീസ് അവരെ സമീപിച്ചിട്ടുണ്ടാകും. അതേപോലെ അനുമോൾക്കും പിന്നെ PR വർക്ക് ഉണ്ട്. പിന്നെ അപ്പം നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഒന്നും അല്ലെങ്കിൽ പോലും കുറച്ചൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും PR വർക്കിൽ. ചിലർ PR വർക്ക് ചെയ്യുന്നത് അവരുടെ ഫാമിലീസിനെ കൊണ്ടും അറിയുന്ന ആൾക്കാരെയും കൊണ്ടുമായിരിക്കും. കാരണം PR വർക്ക് ബിഗ് ബോസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. കാരണം ഇപ്പം അവർ ചെയ്ത ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് പുഷ് ചെയ്യാനായിട്ട് അവരുടെ മാത്രം കണ്ടന്റ് എടുത്തിട്ട് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനും അത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനൊക്കെ അത് ഉപകരിക്കും. അത് ചിലർ അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ട് ഫാമിലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, ചിലർ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കും. അവിടെ വരുന്ന ഒരു 80-90% അങ്ങനെ PR വർക്ക് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇഞ്ചി ചിലവർ അത് മിണ്ടാതെ ആരോടും പറയാതിരുന്നാലും അവരത് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം PR വർക്ക് കൊടുക്കുന്ന ഒരു മോശമായ ഒരു കാര്യമൊന്നുമല്ല. അത് ഈ ഒരു ഷോയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കരുതി PR വർക്ക് മാത്രം കൊണ്ട് ഒരു കാൻഡിഡേറ്റ് ജയിക്കുമോ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് ജയിക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല കേട്ടോ. കാരണം അവരുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നൊരു സംഭവം ഇതിൻ്റെ അകത്ത് വേണം. പിന്നെ അതുകൂടാതെ ഞാൻ റീസെൻ്റായിട്ട് ഇട്ട വീഡിയോസിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തു അനുമോള് ഭയങ്കര ഡിസർവിങ്. കാരണം ഇത്രയും മെൻ്റൽ പ്രഷേഴ്സ് പലരുടെ ഭാഗത്തു നിന്ന് ഇട്ട് ടാർഗറ്റ് ചെയ്തിട്ടും അനുമോളും അനീഷും അത് അതിജീവിച്ച് ലാസ്റ്റ് വരെ എത്തി. അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടില്ല എന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഈ കുറച്ച് കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട്, ഇപ്പം ലാസ്റ്റ് കുറച്ച് കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് അർഹതപ്പെട്ടവർ വേറെ കുറച്ച് പേരായിരുന്നു അനുമോളെക്കാട്ടി അർഹതപ്പെട്ടെന്നാണ് പറഞ്ഞത്. അനുമോള് മോശമാണെന്നുള്ള ചിത്രീകരണമൊന്നും എനിക്കില്ല. കാരണം അനുമോളുടെ അറിയുന്നവർ പറയുന്നു അനുമോളുടെ കരച്ചിലൊന്നും ഒരു ഡ്രാമയല്ല, അനുമോള് ബേസിക്കലി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിരിക്കാം. ഞാൻ പറഞ്ഞ ഉള്ള കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ട് ഡിസർവിങ് നൂറ, ആദില, പിന്നെ നിവിൻ, ഇവരൊക്കെയാണ് ഒന്നുകൂടെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടും നന്നായിട്ട് കളിക്കുമെന്ന് തോന്നിയത്. ആര്യൻ, അനീഷ് ഒക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അനീഷിനെ സംബന്ധിച്ച് അനീഷ് ഇത് പഠിച്ചു വന്ന് പ്രോപ്പറായിട്ട് പഠിച്ചു വന്ന് ലീവ് എടുത്ത് കുത്തിയിരുന്ന് പഠിച്ചു വന്ന ഒരാളാണ്. അപ്പം ഞാൻ അനീഷിൻ്റെ പേര് ഒരിക്കലും പറയില്ല. എനിക്ക് അതിനെക്കാട്ടി ഡിസർവിങ് ആയിട്ട് തോന്നിയ നൂറ, ആദിലാന്. നൂറ ലാസ്റ്റ് എത്തിയപ്പോൾ നൂറ ഫസ്റ്റ് എത്തിയാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിവിൻ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലൊരു കണ്ടസ്റ്റൻ്റ്, പുള്ളിക്കാരൻ ഫസ്റ്റ് എത്തിയ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതേപോലെ ആര്യൻ നല്ലൊരു കളിക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ജിഷിൻ, സീരിയലിലുള്ള എനിക്ക് തോന്നുന്നു ജിഷിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു. ഇവരൊക്കെ എന്തുകൊണ്ട് ഔട്ടാക്കി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം ഈ PR വർക്ക് കൊടുക്കുന്ന ഒരു മോശം ഫാക്ടറായിട്ട് ആരും കാണണ്ട. ഇനി ഇതിൽ കൂടുതൽ ആൾക്കാർ PR വർക്കിന് കൊടുക്കും. അതേപോലെ ഒരു പ്രാവശ്യം മുൻ കണ്ടസ്റ്റൻ്റായ ശോഭ പറയുന്നത് കേട്ടു, പിന്നെ എനിക്ക് PR ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിത് വിജയിക്കാൻ പറ്റാതിരുന്നത്. ഇങ്ങനത്തെ ഇതെന്താ പറയുക, കിട്ടാത്ത മുന്തിരി പുളിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കേട്ടില്ലേ? ആ സീസണിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അഖിൽമാരാറായിരുന്നു. ആ പുള്ളിക്കാരനായിട്ട് മുട്ടി നിൽക്കൽ ഒരിക്കലും ശോഭയ്ക്ക് മീൻസ് ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ വെച്ചിട്ട് ശോഭ അഖിൽമാരോടും മുട്ടി നിന്നെന്ന് കരുതി ശോഭ അതിലേക്ക് അതിൻ്റെ ടൈറ്റിൽ വിന്നർ ആവുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
അപ്പം അതേപോലെ സീസണിൽ ശൈത്യം പറയുന്നത് കേട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, PR വർക്കിന്റെ കുറവ്, ഇതൊക്കെ എന്താ പറയുക, കിട്ടാത്ത മുന്തിരി പുളിക്കും, പച്ചയ്ക്ക് പറയുകയാണ്. അതാണ് കാര്യം. കുറച്ച് സ്ഥിരം നമ്മുടെ മല്ലൂസിന്റെ ഈഗോ, അല്ലെങ്കിൽ ഒരാൾ വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന കുശുമ്പ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിലുള്ളൂ. അല്ലാതെ ഇതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം PR വർക്ക് കൊടുത്തുകൊണ്ട് ഒരാൾ ടൈറ്റിൽ വിന്നർ ആവുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ. അപ്പം അവരുടേതായ ഒരു സ്പേസ്, അത് മാത്രമല്ല ഞാൻ പറയല്ലോ, ഏഷ്യാനെറ്റ് പിന്നെ ഈ ബിഗ് ബോസ് നടത്തുന്ന അവർക്ക് കുറച്ചൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിന് ഇതിൽ കൊണ്ടുണ്ടാവും. അവരെങ്ങനെയാണ് ഈ ഷോ പുറത്ത് വരണ്ടേ, ആരാണ് ടൈറ്റിൽ വിന്നർ വരണം എന്നുള്ള രീതിയിൽ ഈ ഷോയിനെ അവർ കൊണ്ടുപോകുള്ളൂ. ഞാൻ പറഞ്ഞത് സ്ക്രിപ്റ്റഡ് അല്ലേ പോലും അവര് തീരുമാനിക്കും ഇന്ന ആളെ ഇങ്ങനെ ചിത്രീകരിച്ച് കൊണ്ടുപോകണം. പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് എല്ലാത്തിലും പ്രതീക്ഷിക്കുന്നതാണ്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ആളെ ആയിരിക്കും അവരതിൻ്റെ വിന്നറാക്കുക. അത് ചില സീസണിൽ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. അഖിൽമാരാർ, അത് നമുക്ക് ഉറപ്പായിരുന്നു പുള്ളിക്കാരൻ വരുന്നുള്ള. അങ്ങനെ സാബുമോൻ, അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഒട്ടും നമ്മൾ വിചാരിക്കാത്ത ഒരാൾ ടൈറ്റിൽ വിന്നറായിട്ട് വരും. അപ്പോൾ ജിൻഡോടെ ഏറ്റവും കൂടുതൽ അതിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ജാസ്മിനാണ് കപ്പ് കിട്ടേണ്ടത്. കാരണം അത്രമാത്രം കണ്ടന്റ് കൊടുത്ത് ആ ഒരു ഒറ്റ ആള് കാരണമാണ് ആ ഷോ ഇത്രയും വൈറലായി പോയത്. എന്നിട്ട് കപ്പ് കൊടുത്തത് ജിൻഡോയ്ക്ക്. അപ്പം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരാളെ എപ്പോഴും ഏഷ്യാനെറ്റ് കൊണ്ടുവരുള്ളൂ ടൈറ്റിൽ വിന്നറായിട്ട്. ചില സമയത്ത് നമ്മൾ അർഹിക്കുന്ന ആൾക്കാരെ അവർ കൊടുക്കും, ചില സമയത്ത് ഇതേപോലെ ട്വിസ്റ്റ്, കൂടുതലും ഇപ്പോൾ ട്വിസ്റ്റ് അടിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സീസൺസിൽ നമുക്കെല്ലാം അത്ഭുതമാണ് ഇവരെന്തുകൊണ്ട് കപ്പടിച്ചില്ല. പക്ഷെ ഒരു വിധത്തിൽ പറഞ്ഞ കപ്പടിച്ചില്ലെങ്കിലും അവരും വിന്നേഴ്സാണ്. ഇപ്പം നൂറ ആദിലയ്ക്ക് കിട്ടിയൊരു സ്വീകാര്യത നിങ്ങൾ കണ്ടിട്ടുണ്ട്. എയർപോർട്ടിൽ വന്നിറങ്ങി അവർക്ക് കിട്ടിയൊരു സ്വീകാര്യത, ഇവർക്ക് കിട്ടിയൊരു സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിൽ വിന്നറിനെക്കാട്ടി അപ്പുറത്താണ്. ഇപ്പം നമ്മൾ ഡോക്ടർ റോബിൻ്റെ സീസൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡോക്ടർ റോബിന് ദിൽഷ അവിടെ വിന്നറായാലും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് മുതൽ ഏറ്റവും കൂടുതൽ ഒരു ഹൈപ്പിലേക്ക് പോയത് ഡോക്ടർ റോബിനാണ്. അങ്ങനെ വിന്നർ എന്നുള്ള ഒരു ടൈറ്റിലിൻ്റെ അപ്പുറത്തേക്ക് റീച്ച് കിട്ടിയ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ആദില, നൂറ ഇവർ വേറൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇനി പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിവിൻ അവരും ഇതേപോലെ. ഇപ്പം നൂറ പറയുന്നുണ്ട് നൂറയുടെ ഡ്രീമാണ് ഫാഷൻ, അതായത് മോഡലിംഗ് രംഗത്ത് നല്ല സിനിമ ചെയ്യണമെന്ന്. അതേപോലെ നിവിൻ്റെ ആഗ്രഹം അതാണ്. ഇവരൊക്കെ നല്ല രീതിയിൽ ഫ്ലറിഷ് ആകട്ടെ, നല്ല ബിഗ് സ്ക്രീനിൽ ഇവരൊക്കെ കാണാൻ പറ്റട്ടെ. ജയിച്ച എല്ലാ കോണ്ടസ്റ്റൻറ്റിനും എൻ്റെ ഹാർട്ടി കൺഗ്രാജുലേഷൻ.